വി ടി ബൽറാം ടെലിഫോൺ ലൈനിലുണ്ട്, കോൺഗ്രസ് നേതാവ്. വി ടി ബൽറാം, ഇത് നോമിനേഷൻ നൽകാൻ ഈ അധിക ദിവസങ്ങളില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഈ അൻവറിനെ ഇപ്പോഴും നിങ്ങൾ മഴയത്ത് നിർത്തുകയാണെന്നൊരു തോന്നൽ ജനിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനം? ഇല്ല, ഞങ്ങൾ ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ. ആ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ അൻവറിനോട് UDF വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അൻവർ നാളിതുവരെ ഉന്നയിച്ച വിഷയങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എങ്കിൽ അൻവർ സ്വാഭാവികമായി തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരണം. ആ സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം തുടരുകയും അദ്ദേഹം തോൽക്കും എന്നുള്ള നിലയിലുള്ള പ്രശ്നം നടത്തുകയൊക്കെ ചെയ്യുന്നത് അൻവറിന്റെ ഉദ്ദേശശുദ്ധിയിൽ സ്വാഭാവികമായിട്ടുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അക്കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് അൻവർ ആണ് എന്ന് കഴിഞ്ഞ ഒരു 3-4 ദിവസമായി UDF നേതൃത്വം പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അൻവർ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. UDFന്റെ ഭാഗത്ത് നിന്നോ UDFന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ അൻവറിനെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അൻവറിനെ മഴയത്ത് നിർത്താനോ ഉള്ള ഒരു പരിശ്രമവും ഇല്ല. വളരെ മിനിമം ഡിമാൻഡാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തയ്യാറായി അദ്ദേഹം കടന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തെ പൂർണ്ണാർത്ഥത്തോടു കൂടി, പൂർണ്ണ മനസ്സോടു കൂടി ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത UDFനുണ്ട്. അതായത് ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല, UDFനെ സംബന്ധിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ്? അല്ല, ഇനി എന്നുള്ളതല്ലല്ലോ, ഇത് തുടക്കം തൊട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അൻവറിന് മനസ്സിലാകാതെ പോകുന്നത് എന്നാണ് സംശയമുള്ള കാര്യം. കാരണം അൻവർ വളരെ കൃത്യമായി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വഴിവെച്ച ഒരു സാഹചര്യം അൻവർ സൃഷ്ടിച്ചത് തന്നെ പിണറായിസത്തിനെതിരെയും അദ്ദേഹത്തിന്റെ പിണറായി വിജയൻ സർക്കാർ മലപ്പുറം ജില്ലയോടും കമ്മ്യൂണിറ്റിയോടും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന അതിക്രമങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ആ രാഷ്ട്രീയ നിലപാടിനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ CPM അവരുടെ പാർട്ടി ചിഹ്നത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ഒരു ന്യായീകരണ വക്താവ് കൂടിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അൻവർ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വന്തം നിലയ്ക്ക് സ്വീകരിക്കേണ്ടതാണ്. അത് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പോലും ആഗ്രഹിക്കുന്നത്. നന്ദി ശ്രീ വി ടി ബൽറാം.